ഈ ശാന്തിഗിരി ജംഗ്ഷൻ വരെ വരുന്നത് അവിടെ വന്ന് ഒരു റൗണ്ട് അടിച്ച് പോകില്ല. എന്താണ് റൗണ്ട് അടിച്ചാൽ കുരുക്ക് പെട്ടെന്ന് അടിക്കാം. ഈ ഓട്ടോ സ്റ്റാൻഡ് എടുത്ത് വേണം അവിടെ പാർക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. ശാന്തിഗിരി കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നാൽ തിയേറ്റർ കഴിഞ്ഞ് അങ്ങോട്ട് പാർക്കാൻ സമ്മതിക്കും. അവിടെ മുതലാണ് സാർ ഇപ്പോൾ ഭയങ്കര അവിടെയാണ് കുരുക്ക്. മറ്റിടത്ത് അങ്ങനെ കിടക്കുന്നതാണ്. ഇവിടുത്തെ കുരുക്കൊണ്ട് അവിടെ അങ്ങനെ കിടക്കണം. ശാന്തിഗിരി ഇടയ്ക്ക് മോട്ടോർ വെഹിക്കിളിൽ വന്നാൽ തന്നെ ചെയ്തതാണ് ഈ ഓട്ടോക്കാരെ അതങ്ങനെ മൂവ് ചെയ്യാൻ കാര്യം. അന്ന് ഒരുവിധ ഫ്ലോ ചെയ്തോണ്ടിരുന്നു. ഇതുകൂടെ എറണാകുളത്ത് എടപ്പള്ളിയിൽ പോകുന്നു. ലൂലുമ്പടെ കുരുക്കില്ല. ഒറ്റ ദിവസം കൊണ്ട് അയച്ചാൽ ഞാൻ വരച്ച പ്ലാനാണ്. കളമശ്ശേരി കുരുക്കില്ല, ആലുവയിൽ കുരുക്കില്ല. ഇതെല്ലാം അയച്ചിട്ടുണ്ട്. നെടുമ്പാശ്ശേരി വരെയും തൃശ്ശൂർ വരെ പോയാൽ ചാലക്കുടി അങ്കമാലി മാത്രം കുറച്ച് കുരുക്കുണ്ട്. ബാക്കി എല്ലാ സ്ഥലത്തും അയച്ചു. 5 വർഷത്തിന് ശേഷം ആദ്യമായിട്ട് 1-ാം തീയതി ശമ്പളം കൊടുത്തു. കഴിഞ്ഞ പ്രാവശ്യം 3-ാം തീയതി ശമ്പളം കൊടുത്തായിരുന്നു. ഇന്നലെ ബാങ്ക് അവധിയായിരുന്നു. ബാങ്ക് അവധിയാണെങ്കിലും നമ്മൾ നിർബന്ധമായിട്ട് ബാങ്കുകാരോട് ആവശ്യപ്പെട്ടിട്ട് കൊടുക്കുകയായിരുന്നു. പറഞ്ഞ വാക്ക് പാലിക്കും. പക്ഷെ അവരും ജോലിയാണ്. അതൊരു ഭാഗമാണ്. ഈ ഉഴപ്പ് പരിപാടി ഇന്ന് നടക്കും. ഒന്നും വേണ്ട. എല്ലാവരും ആരോഗ്യമുള്ളവരെല്ലാം ലൈനിൽ പോയാൽ മതി. ബസ്സുകളൊക്കെ എല്ലാം എവിടെയൊക്കെ ആഴ്ചയിൽ നിർത്തല്ലേ? ബസ്സൊക്കെ പുതിയ ബസ്സുകളൊക്കെ ഇഷ്ടംപോലെ വരും. ചെറിയ റൂട്ടിലെ ചെറിയ ബസ്സിനാണ്. കാരണം ഈ വലിയ ബസ് പോകുമ്പോഴേ നഷ്ടമാണ്. ഒരുപാട് ആൾക്കാർ സ്കൂട്ടർ വാങ്ങിച്ചു. പണ്ട് 100 പേര് വന്നൊരു വണ്ടിയിൽ ഇപ്പോൾ 25 പേരെ കാണും. 25 പേർക്ക് വേണ്ടി നമ്മൾ 2 കിലോമീറ്റർ 3 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന വലിയ വണ്ടി ഓടിക്കും. അതിൻ്റെ തേയ്മാനവും ഭയങ്കരമാണ്. അപ്പോൾ അത് നമ്മളിപ്പോൾ തിരുവനന്തപുരത്തേക്ക് വികാസ് ഭവൻ പോത്തൻകോട് അങ്ങനെ ഓടിച്ചുകൊണ്ട് ചെറിയ വഴികളിൽ ചെറിയ വണ്ടി ഓപ്പറേറ്റ് ചെയ്യാനാണ്. അപ്പോൾ ആളുകൾക്ക് വണ്ടിയും കിട്ടും, സമയത്തിൽ വരികയും ചെയ്യും. മൈലേജ് ഭയങ്കര കിട്ടും. അതിന് 7 കിലോമീറ്റർ 8 കിലോമീറ്റർ ട്രയൽ നോക്കും. 8 കിലോമീറ്റർ മൈലേജ് കിട്ടും. നല്ല തിരക്കിലാണ് ആ ബസ്സുകൾ ഓടുന്നത്. ആളുള്ള ബസ്സുകൾ ചെറിയ ബസ്സുകൾ നന്നായിട്ട് എന്താ പറയുക, ആളുള്ളപ്പോൾ ഉണ്ട്. നമുക്കൊരു സൈക്കോളജി ഇല്ല. ആളുള്ളപ്പം കൂടുതൽ ആൾ കയറാനില്ല. അതിൻ്റെ ഒഴിഞ്ഞു പോകുന്നുണ്ടാൽ നമുക്ക് തന്നെ സമയം തോന്നും. ആരും ഇല്ലല്ലോ എന്ന്. ഇതാകുമ്പോൾ ഉള്ളത് നിറഞ്ഞിരിക്കുമല്ലോ. എന്നാൽ 30 സീറ്റും ഉണ്ട്. പക്ഷെ മൈലേജ് കൂടുതൽ കിട്ടും. വലിയ വണ്ടി വിടുന്ന ആൾ ഏതാണ്ട് എത്ര ആൾ അതിനകത്ത് കയറും. പക്ഷെ മൈലേജ് കൂടുതൽ കിട്ടും. ടയറിന് വില കുറവാണ്, ബാറ്ററിക്ക് വില കുറവാണ്, സർവ്വസാധനം വില കുറവാണ്. പുതിയ വണ്ടി വരുന്നത് ചെറിയ വണ്ടിയാണ് സാർ. ചെറിയ വണ്ടി വരുന്നുണ്ട്, സൂപ്പർ ഫാസ്റ്റും വരുന്നുണ്ട്. പിന്നെ ചെറിയ വണ്ടി വരുന്നുണ്ട്. ലോക്കലിലേക്ക് ചെറിയ വണ്ടി 2 തരം വണ്ടി വരുന്നുണ്ട്. നീളം കൂടിയ വണ്ടി വരുന്നുണ്ട്, നീളം കുറഞ്ഞ വണ്ടി. 8.5 മീറ്റർ എന്നുള്ള വണ്ടി വരുന്നു, 10.5 മീറ്റർ വീതിയുള്ള വണ്ടി. ഒരു ദരിദ്ര സ്ഥാപനമാണെന്ന് കരുതിയിട്ട് എന്നെ നശിപ്പിക്കുക അങ്ങനെയൊന്നും അല്ല. ഇതിന് വലിയ പൊട്ടൻഷ്യൽ ഉണ്ട്. ഇപ്പം ഇടി കുറഞ്ഞില്ല. വെള്ളമടി പിടിച്ചതോടെ ഇടി കുറഞ്ഞു. പിന്നെ വല്ലാത്ത റോഡിൽ അത് കുറഞ്ഞില്ല. ഇപ്പോൾ പ്രസിഡന്റ് ഒരു റോഡിൽ കൂടെ കാർ ഓടിച്ചു പോകും. എതിരെ വരുന്ന KSRTC ഡ്രൈവറുടെ ഡ്രൈവിങ് അങ്ങനെ റെക്ലെസ് അല്ല. കാരണം അതിൽ നമ്മൾ കർശന നിലപാടാണ്. അതൊക്കെ മാറി. പിന്നെ ഈ രാവിലെ ആയിരുന്നു കൂടുതലായിട്ട് ഇടികൊണ്ട് മരിച്ചത്. കാരണം തലേദിവസം മദ്യപിച്ചിരുന്ന ഹാങ് ഓവറുമായിട്ട് തലവേദന എടുത്തിട്ട് ഓടിക്കുന്നതുകൊണ്ടാണ് ഇടി നടന്നത്. അതിപ്പോൾ ഇല്ല. രാവിലെ പരിശോധിക്കുന്നുണ്ട്. നമ്മുടെ നാടിൻ്റെ ഒരു ശാപം എന്താണെന്ന് എനിക്ക് മനസ്സിലാകും. ഈ എല്ലാ ബസ് സ്റ്റേഷനിലെയും ടോയ്ലറ്റുകൾ ദയനീയമാണ് എന്നുള്ള കാര്യത്തിന് ആർക്കും ഒരു അഭിപ്രായം. ഇത് മാറ്റാൻ വേണ്ടി ഈ കേന്ദ്ര ഒരു സൊസൈറ്റി ഉണ്ട് വടക്കേ ഇന്ത്യയിൽ സുലഭമായിട്ട്. അവർക്കാണ് എല്ലാ കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനങ്ങളും ടൂറിസംകാരും എല്ലാം കൊടുക്കും. അപ്പോൾ നമ്മൾ ഇച്ചിരി പൈസ കുറഞ്ഞാലും വേണ്ടിയിട്ട് അവർക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. അതിനെതിരെ ഹൈക്കോടതി സമീപിച്ചിട്ടുണ്ട്. നഗര ബസ് സ്റ്റാൻഡ് നല്ല വൃത്തിയാക്കി നന്നായിട്ട് ടോയ്ലറ്റ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കോട്ടയത്ത് അവർ ചെയ്തു മെയിൻറ്റെയിൻ, ആലുവ, കരുനാഗപ്പള്ളി ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അത് സെറ്റാണ് എന്ന് പറഞ്ഞ് കോടതി സമീപിച്ചിരിക്കുക. നമ്മളെന്താണ് നമ്മുടെ നാട്ടിൽ അവർ പ്രൊഫഷണലാണ്. അവർ പ്ലംബ് ചെയ്യുന്നവർ തന്നെ, ഇലക്ട്രിക് ചെയ്യുന്നവർ തന്നെ. ഇപ്പോൾ കംപ്ലീറ്റ് അവർ വെച്ചാൽ കൊട്ടാഗ്രഹം കൊടുത്തപ്പോൾ കംപ്ലീറ്റ് പൊളിച്ചിട്ട് മൊത്തം ടൈൽസും ടോയ്ലറ്റും എല്ലാം മാറ്റി പുതിയതാക്കി അവരുടെ ആളുകളാണ് കഴുകുന്നത്, പ്ലംബ് ചെയ്യുന്നതും പലരും വയറിങ് എല്ലാം അവർ തന്നെയാണ്. അവരവിടെ താമസിക്കാൻ ആൾക്കാരാണ്. ബീഹാറിൽ അവരകത്ത് താമസിക്കാൻ. അതിനെതിരെ കോടതി സമീപിക്കണമെങ്കിൽ നമ്മുടെ മനോഭാവം എന്താണ്? എന്തായി സാർ കണിയാപുരത്ത് ഇപ്പോൾ ബജറ്റിൽ 2.5 കോടി രൂപ ഇതിൻ്റെ നവീകരണത്തിന് വെച്ചു പ്ലാൻ തയ്യാറാക്കാമെന്ന് പറഞ്ഞു മന്ത്രി സംസാരിച്ചു. സാർ അതിനകത്തൊരു ഹോർട്ടികോർട്ടിൻ്റെ ഒരു വണ്ടി കിടപ്പുണ്ട്. അതിനെ എടുത്ത് അത് ഒരു സൈഡിലോട്ട് പട്ടികത്ത് മിനിമ ഹോർട്ടികോർപ്പ് മറ്റു ചക്കക്കുരു എല്ലാം അതെല്ലാം അവസാനിപ്പിച്ചു. എല്ലാം എടുത്ത് തുൻപെടുത്ത വണ്ടിയെല്ലാം ആ വണ്ടി പഞ്ചായത്തിന് കൈമാറുകയാണെങ്കിൽ ഞങ്ങൾ അവിടെ തന്നെ ഇട്ട് പച്ചക്കറി സ്റ്റാൾ തുടങ്ങാൻ സാർ. നമ്മളെല്ലാം എടുത്ത് മാറ്റാൻ ഇവിടെ കരുനാഗപ്പള്ളി ജീവനക്കാർ കിടക്കുന്ന മുറിയെല്ലാം AC ആയി. ഇനി പണിയുന്ന കൊല്ലം ബസ് സ്റ്റാൻഡ് പണിയുണ്ട്, കൊട്ടാരക്കര പണിയുണ്ട്. ഇതെല്ലായിടത്തും ജീവനക്കാർ കിടക്കേണ്ട സ്ഥലം AC, യാത്രക്കാർക്ക് ഇരിക്കാൻ സ്ത്രീകൾക്ക് AC, വെയിറ്റിംഗ് റൂം. തിരുവനന്തപുരത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പാലക്കാട് ഉദ്ഘാടനം ചെയ്യുന്നു, അങ്കമാലി, കോഴിക്കോട് എല്ലാ സ്ഥലത്തും അതിന് AC റൂമാണ് കൊടുക്കുന്നത്. കരുനാഗപ്പള്ളി AC റൂമാണ് കൊടുക്കുന്നത് ഡ്രൈവർക്ക് കണ്ട ലേഡീസും ജെൻസും.
തിരുവനന്തപുരത്ത് AC റൂം ചെയ്ത് വരുന്നു. പിന്നെ പാപ്പനംകോട് ചെയ്തു, അത് തുറന്നു കൊടുത്തില്ല, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻകാരാണ് ചെയ്തത്. പാലക്കാട് ചെയ്തു, പാലക്കാട് AC ആണ്, മൈജിക്കാരാണ് ചെയ്തത്. സ്പോൺസർഷിപ്പിലാണ് ചെയ്യുന്നത്. എല്ലാ സ്ഥലത്തും ഈ ഡ്രൈവറും കണ്ടക്ടറും വന്ന് വിശ്രമിക്കുന്ന AC മുറിയിലായിരിക്കും ഇനി അങ്ങോട്ട്. കൊട്ടാരക്കര ബസ് സ്റ്റാൻഡ് പണിയുന്ന, കൊല്ലം എല്ലായിടത്തും അങ്ങനെയാണ്, നാറ്റിങ്ങൽ എല്ലാം പണിയും. അവിടെ എല്ലാം ദീർഘദൂര യാത്രക്കാർ ഡ്രൈവർമാർ വന്നാൽ അവർക്ക് കിടക്കാൻ, രാത്രി കിടന്ന് ഉറങ്ങാൻ ലേഡീസിന് ജെൻസ് കണ്ടക്ടറുണ്ട്, AC റൂമാണ്. അവർ നന്നായി ഉറങ്ങിയിട്ട് എണീറ്റാൽ അവർ നന്നായി വണ്ടി ഓടിക്കും, അപ്പോൾ അപകടം കുറയും. ഇത് ചെയ്തു തുടങ്ങി എല്ലാ സ്ഥലത്തും ചെയ്തു. ഇപ്പോൾ എല്ലാ പുതിയ ബസ് സ്റ്റേഷൻ, ചങ്ങനാശ്ശേരി, ചെങ്ങന്നൂർ, ഇതെല്ലാം പുതിയ വലിക്കുന്ന എല്ലാ ബസ് സ്റ്റേഷനിലും AC റൂമാണ്. മൂവാറ്റുപുഴ എല്ലാം ഡ്രൈവർ കണ്ടക്ടർ വിശ്രമിക്കാൻ നമുക്ക് AC, ഓഫീസ് AC. ഓഫീസൊക്കെ AC ആവുന്ന സർക്കാർ സ്ഥാപനം ഇതായിരിക്കും നന്നായി ജോലി ചെയ്ത്. ഇനിയിപ്പോൾ ഈ സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളിൽ പരീക്ഷ നടക്കുന്നു. സൂപ്പർ ഫാസ്റ്റ് AC ആക്കാണ് നിലവിൽ ഓടുന്ന സൂപ്പർ ഫാസ്റ്റ്. 2 വർഷം 3 വർഷം പഴകം ഈ വണ്ടി AC ആക്കി മാറ്റാം. ഒരു സീറ്റൊക്കെ സെയിം തന്നെ, ചാർജ് AC ആയിരിക്കും. ചാർജ് ഒരു ഡൽഹി എറണാകുളം വരെ പോകുമ്പോൾ 25 രൂപ വ്യത്യാസം, എറണാകുളം പോകുമ്പോൾ 25 രൂപ വ്യത്യാസം. മ്യൂസിക്കൊക്കെ ഉണ്ട് എല്ലാം എല്ലാം. അത് ഇപ്പോൾ ഒരു ട്രയൽ നടക്കുന്നുണ്ട്. ഒരു വണ്ടി ചെയ്തു, ചെറിയ പൈസ ആവും. അത് ചെയ്തതിന് ശേഷം അത് വിജയിച്ചാൽ ഉടൻ തന്നെ വ്യാപകമായിട്ട് 10-40 വണ്ടി അങ്ങനെ. അത് ഈ എഞ്ചിനിൽ ഒരു ഡീസൽ എടുക്കുന്നില്ല, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എഞ്ചിന്. വൈദ്യുതിയിൽ ഓടുന്ന ഒരു AC. അപ്പോൾ ബസ് സ്റ്റാൻഡിൽ വന്ന് വണ്ടി ഇപ്പം കണിയാപുരത്തോട്ട് ഇട്ടു, എഞ്ചിൻ ഓഫ് ചെയ്ത് ഡ്രൈവർ ചായ കുടിക്കാൻ പോയി ഓടിക്കൊണ്ടില്ല AC. എഞ്ചിൻ ഓൺ ചെയ്യും, ബാറ്ററിയിൽ നിന്ന് കറണ്ട് എടുത്ത് ഓടും, 10 മിനിറ്റ് വരെ പോകും. അതിന് വണ്ടി ഡ്രൈവർ ഒന്ന് കയറി സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും കറണ്ട് എടുക്കും. അഡീഷണൽ ബാറ്ററി വെച്ചിട്ട് ബാറ്ററിയിൽ ഓടുന്ന AC ആണ് ഇത്. ഒരു പരീക്ഷണമാണ് നമ്മൾ നടത്തുന്നത്. ആദ്യത്തെ ഒരെണ്ണം വിജയിച്ചാൽ തുടർച്ചയായി കുറേ വണ്ടി. അതോടുകൂടി ഈ ദീർഘദൂര ഈ ഹൈവേ കൂടി പാൻ പോകുന്നില്ല. ഒന്ന് മണ്ണ്, പൊടി, ചൂട്, ഈ പണി കിടക്കുന്നത്. അപ്പോൾ ഹൈവേ കൂടെയാണ് ഓടിക്കാൻ പോകുന്നത്. ട്രെയിൻ ഓടിക്കാൻ പോകുന്ന അവിടെയാണ്. കാരണം വെച്ചാൽ NH ഭയങ്കര പൊടിയാണ്. കാരിപ്പാട് പോകണം, പോകാതിരിക്കാൻ പറ്റും. കായംകുളത്ത് പോകണം, പോകാതിരിക്കാൻ പറ്റും. ഇപ്പോൾ വണ്ടിയല്ല, മറ്റ് പ്രൈവറ്റ് വണ്ടിയല്ലേ 5 റൂട്ട് ഇവിടെ പോകും. ഇതപ്പോൾ നിർത്താൻ പറ്റില്ല. നമുക്ക് പ്രൈവറ്റ് വരുന്നതിൻ്റെ ഇവിടെ ഓടും. എങ്ങനെ